ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലോബ്സ്റ്ററുകളെ എങ്ങനെ ബ്രീഡ് ചെയ്യാമെന്നാണ് കേട്ടോ. നമ്മുടെ ലോബ്സ്റ്റർ ബ്രീഡിങ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളതിന് വേണ്ടി 2 ലോബ്സ്റ്ററുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ ഞാൻ ഒരു പെയർ വാങ്ങി ബ്രീഡ് ചെയ്തതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരാളെ പിടിച്ചിട്ടുണ്ട്. അത് മെയിലാണോ ഫീമെയിലാണോ നോക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അതിന് 2 കാലുകൾ അതിൻ്റെ അബ്ഡോമനിലോട്ട് കൂട്ടിയിരിപ്പുണ്ടല്ലേ. ഇങ്ങനെയുള്ളത് മെയിൽസാണ്. നമ്മൾ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. ഇങ്ങനെയുള്ള ലോബ്സ്റ്ററുകൾ അല്ലെങ്കിൽ ക്രേഫിഷ് മെയിൽസാണ്. നമുക്കിനി അടുത്തതിനെ കൂടെ എടുത്ത് നോക്കാം. ഇത്തിരി അഗ്രസീവാണ്, പക്ഷേ നമ്മളൊരു പാടുപെട്ടാണ് കുറച്ച് പിടിക്കുന്നത്. പക്ഷേ ഫീമെയിലാണ്, പക്ഷേ ഭയങ്കര അഗ്രഷൻ കൂടുതലാണ് ഇവർക്ക്. ഓക്കെ, നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ അബ്ഡോമൻ്റെ ഭാഗത്ത്, ലോവർ അബ്ഡോമൻ്റെ ഭാഗത്ത് ഒരു വൈറ്റ് സ്പോട്ടുണ്ട്. മറ്റേതിൻ്റെ 2 കാലുകൾ പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് കാലില്ല. ഇതാണ് നമ്മുടെ ബ്രീഡിങ് സെറ്റപ്പ്. ഇതാണ് കേട്ടോ. ഇതിന് നമുക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ട കുറച്ച് വലിയൊരു ടാങ്ക് ഉണ്ട്. ഇതിനകത്ത് സാധാരണ ഗപ്പീസ് ഉള്ളതാണ്. നമ്മുടെ മെറ്റൽ ബ്ലാക്ക് ലൈസിൻ്റെ ഗപ്പീസ് ഉണ്ട്. ഗപ്പീസും കുഞ്ഞുങ്ങളും എല്ലാം കിടപ്പുണ്ട്. പക്ഷേ ഇതൊന്നും പ്രശ്നമില്ല. ലോബ്സ്റ്ററുകൾ താഴെയും നിൽക്കത്തുള്ളൂ. അല്ലാതെ ഫുഡ് എടുക്കുന്നതൊക്കെ താഴെ മുങ്ങി പോകുന്ന ഫുഡുകളാണ് എടുക്കുന്നത്. പക്ഷേ ഗപ്പീസ് മുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബ്രീഡിങ്ങിൽ ഇങ്ങനെ ഇടുന്നതിന് കുഴപ്പമില്ല. പിന്നെ എഗ്ഗ് ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മാറ്റിയിടാം. പിന്നെ നമുക്ക് ബ്രീഡിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ് ഈ ഓടിൻ്റെ പീസ്, കുറച്ച് പായൽ, ഇതുപോലെ ഒരു PVC പൈപ്പെല്ലാം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഫസ്റ്റ് PVC വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് ആ ടാങ്കിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഇട്ടാൽ മതി. പിന്നെയുള്ള ഓടും കഷ്ണവും PVC ഒക്കെ ഇടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഹൈഡിങ് പ്ലേസ്, നല്ല രീതിയിലൊരു ഹൈഡിങ് പ്ലേസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് മെയിനായിട്ട് ഇടുന്നത്. നമ്മൾ കുറച്ച് ഓടും കഷ്ണം ഇടുന്നുണ്ട്. കാരണം ഇവർ ഫുഡ് കിട്ടിയില്ലേ അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളവർ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഓടും കഷ്ണം എന്ത് ചെയ്യുന്നു, ഇതിനകത്തെല്ലാം പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് പായലിടുന്നുണ്ട്. നമ്മുടെ മുകളിൽ ഫ്ലോട്ട് കിടക്കുന്ന പായൽ. ഈ പായലിടുമ്പോഴും ഇവന്മാർ ഫുഡ് കിട്ടാത്തൊരു കേസ് എന്ത് ചെയ്യും, ഇവന്മാർ വേണേൽ വന്ന് ഫുഡ് എടുത്തോളൂ. ഈ പായൽ അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഫുഡ് വന്ന് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ നമ്മുടെ ഈ തോട്ടിലൊക്കെ കാണുന്ന പായൽ തന്നെയാണത്. നമ്മൾ സാധാരണ പായൽ. ഇവന്മാർ വെജും നോൺ വെജും എല്ലാം കഴിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ പായലും നല്ല രീതിയിൽ അകത്താക്കുമാർ. ഫുഡ് കിട്ടാത്ത കേസിലാണെങ്കിൽ ഇവന്മാർ ഈ പായലിൻ്റെ വിരക്ക് അറുത്തിട്ട് അങ്ങ് കഴിക്കും. നമുക്കിനി സൂക്ഷ്മമായി കാണാം. ഗപ്പീസ് അതിനകത്ത് നല്ല രീതിയിലുണ്ട്. ഗപ്പീസ് നല്ലപോലെ കിടന്നു കുഴപ്പമില്ല. കാരണം ഗപ്പീസ് മുകളിൽ നിൽക്കുന്ന സ്പീഷീസ് അല്ലേ. നമ്മുടെ ഇവന്മാരെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഇടുന്നത് കേട്ടോ. ഒരു മെയിലും ഒരു ഫീമെയിലും ഉണ്ടാകും. മെയിലിൻ്റെ ആംസ് കണ്ടാൽ തന്നെ അറിയില്ല, അതിൻ്റെ കൈകൾ നല്ല രീതിയിൽ ബ്രോഡാണ്. പിന്നെയുള്ള ഫീമെയിലിൻ്റെ കൈയൊക്കെ തിരിച്ച് ചെറുതാണ്. ഇതാണ് ഇപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അല്ലേ. ആ വൈറ്റ് സ്പോട്ട് ഉണ്ടോ, ആ സെൻറ്ററിലെ ആ വൈറ്റ് സ്പോട്ടുള്ള ഇത് ഫീമെയിലാണ്. നമ്മൾ പയ്യെ വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. അതിനെ അങ്ങ് പൊക്കോളുക. ആ ഗ്യാപ്പിൽ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കുക. അതൊരു ബ്രീഡിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ വരും. അടുത്തത് നമ്മുടെ മെയിലാണ് അത്യാവശ്യം വലുത്. കൈ കാണുമ്പോഴേ അറിയാം അത് മെയിലാണ്. ഞാൻ അവനെ കൂടെ പയ്യെ പിടിക്കാം. മെയിൽ അത്രയ്ക്ക് പ്രശ്നക്കാരനല്ല ഇപ്പം. മെയിൽ ഇവന്മാരുണ്ടോ 2 കൈയോ കാലോ പോലെ അബ്ഡോമിനിൽ ചേർന്നിരിക്കണ്ടോ, ഇങ്ങനെയുള്ളവരാണ് ഇതിനകത്ത് മെയിൽസ്. ഇവന്മാരെ നമുക്ക് പതിയെ ഇറക്കി വിടാം. മെയിൽ നല്ല ഭംഗിയാണ്. അവനും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയി ഹൈഡ് ചെയ്തിരിക്കും. ഫുഡ് എടുക്കാൻ മാത്രം വരും. ഫുഡ് കിട്ടിയാലും ആ ഹൈഡിങ് പ്ലേസിൽ പോയി കഴിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ അവനും ഹൈഡിങ് പ്ലേസിലേക്ക് പോയി. നമ്മളിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യും.